ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ഋഷി അങ്ങോട്ടേക്ക് കയറി വന്നത്. എന്നാൽ അവര് പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുമ്പോഴാണ് ദേവയാനി അവനെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത്. അവന്റെ നോട്ടം കണ്ടില്ലേ? എന്റെ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കൊട്ടും സമയമില്ല. ശരത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പോണം. ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അത് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത പോലെ അവനോട് പറഞ്ഞു. നോക്കി നിൽക്കാതെ വാ ഋഷി. ദേ, ഇന്ന് നിനക്ക് ഞാനൊരു ലാസ്റ്റ് ചാൻസ് കൂടി തരാം. ഇതെങ്കിലും ഒന്ന് സമയത്തിന് ചെയ്യ്. ഇന്നും നീ കാരണം ഞാൻ ലേറ്റായി. അമ്മേ, ദേവയാനിയുമായി വഴക്കിടാറുണ്ടെങ്കിലും ശ്രീലു എന്തു പറഞ്ഞാലും അവനത് കേട്ടു നിൽക്കും. പെട്ടെന്ന് തന്നെ അവർ ഓഫീസിലെത്തി. കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ തന്റെ ഫയൽസ് അടങ്ങിയ ബാഗ് എടുക്കാൻ ശ്രീലു ഋഷിയോട് പറഞ്ഞു. സ്റ്റാഫിനെ ആരെങ്കിലും വിളിക്കാൻ നിന്നാൽ അതിനും സമയം ഒരുപാട് പോകും. ശ്രീലക്ഷ്മി തന്റെ ക്യാബിനിൽ എത്തിയപ്പോഴേക്കും തന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ ശരത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹായ് ശരത്. ഹായ്. എന്താ ലക്ഷ്മി ഇത്? ഞാൻ എത്ര നേരമായി തന്നെ നോക്കിയിരിക്കുന്നു. എന്താ താൻ ഇത്രയും വൈകിയത്? ഓ, ഇവനെന്തിനാ എന്റെ ഭാര്യയെ നോക്കിയിരിക്കുന്ന? കാത്തിരിക്കാണ് പോലും. അവന്റെ ഒരു ലച്ചു. ഋഷി കാരണമാണ് താൻ ഇത്രയും വൈകിയത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശരത്തിന് സമാധാനമായി. അവന്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയും വന്നു. അത് ശ്രീലക്ഷ്മിയും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു. പെട്ടെന്ന് തന്നെ ശരത്ത് ഒരു കള്ളച്ചിരിയോടെ ശ്രീലക്ഷ്മിക്ക് നേരെ ഒരു ബോക്സ് നീട്ടി. ഞാൻ എന്താ തനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് നോക്കിയേ. ഇത് ഈ ലോകത്ത് നിനക്ക് ഞാൻ മാത്രം തരാനേ വഴിയുള്ളൂ. എങ്ങനെയുണ്ട് ഈ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസ്? ഓ മൈ ഗോഡ്, ഡ്രീം ലവറോ? ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണോ ശരത്? എന്റെ അമ്മോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇതിന് നല്ല വില ഉണ്ടാവില്ലേ? ഞാനിതിന് എങ്ങനെയാ തന്നോട് നന്ദി പറയാ? ഒത്തിരി താങ്ക്സ് ശരത്. ഋഷിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു കമന്റ് കേട്ടപ്പോൾ തന്നെ ശരത്തിന് സമാധാനമായി. ഋഷിയെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ശരത്ത് ക്യാബിനിലേക്ക് തിരികെ പോയി. ശ്രീലു, ഞാൻ ഇതുവരെ നിന്നെ ഒന്നിനും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഈ ശരത്തിനെ നീ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവൻ ഈ തന്നത് ഒറിജിനൽ ഡ്രീം ലവർ നെക്ലസ് അല്ലെന്ന് എനിക്കറിയാം. നോക്ക്, ഞാൻ നിനക്ക് വാക്കുവരുന്നു. ഒറിജിനൽ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസ് ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കാം. അതിന് എത്ര ബുദ്ധിമുട്ടിയായാലും. കൂടുതലൊന്നും പറയാതെ ശ്രീലക്ഷ്മിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഋഷി അവിടെ നിന്നും പോയി. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഋഷി ഇങ്ങനൊരു വാക്ക് കൊടുക്കുന്നത്. ഒരു നിമിഷം താൻ ഋഷിയോട് പെരുമാറുന്നത് തെറ്റാകുന്നുണ്ടോ എന്ന് ശ്രീലക്ഷ്മി ആലോചിച്ചു. ഇല്ല, ഒരു തെറ്റുമില്ല. ഞാൻ ചെയ്യുന്നത് തന്നെയാ ശരി. 10 പൈസയ്ക്ക് ഗുണമില്ലാത്ത ഋഷിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരത്തിന് തന്നെയാ. ശരത്തിനെ പോലൊരാളെ ഫ്രണ്ടായും ബിസിനസ് പാർട്ണറായിട്ടൊക്കെ കിട്ടുന്നത് വലിയ കാര്യമോ. അതുകൊണ്ട് ഋഷി പറയുന്നത് കാര്യമാക്കണ്ട. ശരത്തിന്റെ സൗഹൃദം ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ശ്രീലക്ഷ്മി ഋഷിയുടെ പിന്നാലെ പോയി. അവന്റെ ഉപദേശത്തിന് 2 പറയണമെന്ന് അപ്പോൾ അവൾക്ക് തോന്നി. ഇനിയെങ്ങാനും ശരത് അത് കേട്ടാൽ തനിക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് അവൾക്കറിയാം. ഋഷി, നീ ഒന്ന് അവിടെ നിന്നേ. എന്നെ ഉപദേശിക്കാൻ നീ ആരാ? ശരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? ഇനി നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, അപ്പൊ കാണിച്ചു തരാം ഈ ശ്രീലക്ഷ്മി ആരാണെന്ന്. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഋഷിക്ക് ശ്രീലുവിന്റെ സ്വഭാവം നന്നായിട്ടറിയാം. താനിനി എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും അവളുടെ തലയിൽ കയറാനും പോകുന്നില്ല എന്ന് അവന് മനസ്സിലായി. എടാ മോനെ, അങ്ങനെ അങ്ങ് പോയാലോ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങ് പോവാന്ന് കരുതിയോ? നീ എന്നെ കുറിച്ച് പറഞ്ഞു നോക്ക്. എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ കൊടുത്തതിനേക്കാൾ ഒറിജിനലോ? ലച്ചുവിന് മുത്തുമാല വാങ്ങിച്ചു കൊടുക്കാനാണോ പോകുന്നേ? കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഋഷിക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു.
പക്ഷേ ശരത് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അവനും ദേഷ്യം വന്നു. എത്ര നേരം ഒരാൾ ഇത്രയും മോശമായി പറയുന്നതും കേട്ടിരിക്കാൻ ഒരു മനുഷ്യന് കഴിയാം? ഋഷി പ്രതികരിച്ചു. ഇത്രയും നേരം ഞാൻ മിണ്ടാ നിന്നത് എന്റെ മാന്യത. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല. ദേ, ഈ ശ്രീലുവിനെ ഓർത്തിട്ടാ. ഇനി നീ ഇവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഞാൻ കണ്ട പൊന്നു മോനെ ശരത്തെ നീ തീർന്നു. പിന്നെ എന്റെ ഭാര്യയ്ക്ക് നിന്നെ പോലൊരു വായി നോക്കിയിട്ട് ഒരു ഗിഫ്റ്റും വേണ്ട. അവൾക്ക് എന്ത് വേണേലും വാങ്ങിച്ചു കൊടുക്കാൻ അവളുടെ ഭർത്താവായ ഞാനുണ്ട്. അതിന് പുറത്തുനിന്ന് ഒരുത്താൻ വേണ്ട. വീട്ടിൽ കമ്മട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് കൂടുതൽ അടിച്ചു വെച്ചോ. ഇന്നത്തോടെ എല്ലാം തീരും. അതിനുശേഷം ഋഷി ശരത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശരത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ടി നിന്നു. മനസ്സാകെ ഡിസ്റ്റർബ്ഡായിരിക്കുമ്പോഴാണ് ഋഷിയുടെ ഫോണിലേക്ക് ആ കോൾ വന്നത്. വേറെ ആരുടെയുമല്ല, കോടീശ്വരൻ ദേവേന്ദ്രവർമ്മയുടെ PA-യുടെ. യെസ്, ഋഷൻ സ്പീക്കിംഗ്. എന്താ ഇപ്പം എന്നെ വിളിച്ചത്? അത്യാവശ്യമായ എന്തോ കാര്യം പറയാനാണല്ലോ. അല്ലെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കോള് വരണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടെന്ന് ഊഹിക്കാലോ. സർ, ഞാനൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യാനാണ് വിളിച്ചത്. സാറിന് വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അയക്കാം. ആ, എന്നെപ്പോ സാറെന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ പണ്ടല്ലേ. ശരി, ഞാൻ ആരെ വേണമെങ്കിലും കാണാൻ റെഡിയാണ്. പക്ഷെ എനിക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇന്ന് തന്നെ ഡ്രീം ലവർ ഡയമണ്ട് നെക്ലസിന്റെ ഒരു ഒറിജിനൽ പീസ് വേണം. സർ, ഡോണ്ട് ഫോർഗെറ്റ് ദ റിയൽ വൺ. രണ്ടാമത്തെ കാര്യം ഞാൻ വാട്സാപ്പിൽ അയക്കാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ വരാം. എന്ത് ചോദ്യമാണ് സാർ? സാറ് പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്തിരിക്കും. സാറിനത് അറിയാവുന്നതല്ലേ? സത്യത്തിൽ ആരാണ് ഋഷിൻ? ഋഷിൻ ശരിക്കും പണക്കാരനാണോ? പിന്നെന്തിനാണ് അവൻ എല്ലാവരുടെയും മുമ്പിൽ ദരിദ്രനെ പോലെ ജീവിക്കുന്നത്? ഋഷിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മുഴുവനായും അറിയാനായി ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് FM. കേൾക്കൂ കോടീശ്വരൻ.